മറ്റേ കട്ടച്ചുമപ്പ്. എനിക്കിതിൻ്റെ ഓരോ തൈ തരണേ. കൊണ്ടുപോയി അവിടെ വയ്ക്കാം ചട്ടി. ആരോൻ ചെടിച്ചട്ടിയൊക്കെ പൂവൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറൊരു സൈസ്. നോക്കി എന്ത് ഭംഗിയെന്ന് വെള്ളം. ഇതുണ്ട കാട്ടു തക്കാളി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടു തക്കാളി കിടക്കുന്നത്. ഇത് നോക്കിയുണ്ടോ എന്തോരൊക്കെ കാട്ടു തക്കാളിയാന്ന്. ഇതൊക്കെ കാട്ടു തക്കാളിയാണ്. ഇതിലൊക്കെ കണ്ടോ. നല്ല സ്വാദുള്ള തക്കാളി ഉണ്ടോ, മുന്തിരിക്കൊല പോലെ കിടക്കുന്നു. വേണ്ട അമ്മ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഒരുപാട് കിടക്കുന്നതാ. അതിനിടയ്ക്ക് കുറച്ച് ചീര. എന്താ പച്ചച്ചീര. ഇതുണ്ടല്ലോ അടിച്ചിട്ട് പിന്നെ ജ്യൂസ് അടിക്കാൻ നല്ലതാണ്. ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് ഇതും കുറേ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ സൂപ്പറാണ്. പിന്നെ ഇത് നല്ല ഇതല്ലേ, ജ്യൂസ് അടിച്ച് കുടിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ രാവിലെ എങ്ങനെയാണ് എനിക്ക് എന്തോരം നോക്കിയുണ്ടോ. അതിനിടയ്ക്ക് വേറെ ഓരോ പൂവ്, ചീര. ഇതുണ്ടോ ചീര. ഇതൊക്കെ നുള്ളിയെടുത്താൽ തോരൻ വയ്ക്കാൻ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ. ഇത്രയും കാട്ടു തക്കാളി എന്തോരം. ഇത് എവിടുന്നാണ് ഈ കാട്ടു തക്കാളി ഇങ്ങനെ വന്നത് ഇവിടെ അല്ലേ? ഇത്രയും
എവിടെയും ഇത് ഇപ്പം കാണുന്നില്ലല്ലോ എങ്ങനെയൊന്നും. പണ്ടൊക്കെ നമ്മുടെ വീടിന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെയോ ഇതിൻ്റെ വിത്ത് ആറ്റിട്ട് പോവാതെ ഇങ്ങനെ കിടക്കാൻ നല്ലതല്ലേ. മീൻ കറി വെക്കാൻ, ഉണക്കമീൻ കറി വെക്കുമ്പോൾ ഇട്ടാൽ നല്ലതാണ്. അത് അച്ചാറിടാൻ നല്ലതാ. ആ, അച്ചാറിട്ട് വെച്ചാൽ എന്ത് നല്ലത്. പക്ഷെ എന്ത് ചെയ്യാനാ, അത്രയും ദൂരം ഉണ്ട് നോക്ക്. അച്ചാർ പൊടി ഇട്ടിട്ട് അച്ചാറിട്ട് വെക്കണം. ആ, കാന്താരിമുളകും അരിഞ്ഞ് കീറിയിട്ടിട്ട് ഇഞ്ചിയും എല്ലാം വെളുത്തുള്ളി എല്ലാം ഇടണം. എന്നിട്ട് ഇത് ചൂടുവെള്ളത്തിലിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടിട്ട് കോരി എടുക്കണം. ആ, പക്ഷെ ഈ പഴുത്തു പോയില്ലേ, ജാമുണ്ടാക്കാൻ നല്ലതാ. പച്ച ഈ പരുവുള്ളത് ഈ എന്താ അധികം പഴുത്താൽ പിന്നെ അച്ചാറിടുമ്പോൾ കോരാൻ കിട്ടൂല. ഇത് ഇങ്ങനെയുള്ളത് വേണം. നല്ല തിളച്ച വെള്ളത്തിട്ട് അപ്പം തന്നെ കോരുക. ഉപ്പിട്ട് വെച്ചിട്ട് അച്ചാർ പൊടിയിട്ട് എല്ലാം വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടാൽ നല്ലതാണ്. അതൊന്നും വേണ്ട, വെറുതെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ എന്ത് നല്ലതായത്. ഇങ്ങനത്തെ ഒക്കെ കിട്ടാൻ പാടാ. പക്ഷെ എങ്ങനെയാ ഇപ്പോൾ തിന്നാൻ? ഞാൻ എന്തായാലും കുറച്ച് തിന്നാം. ആ ആ ആ ജ്യൂസ് അടിക്കാൻ നല്ലതാ. ഞാൻ പറിക്കട്ടെ കുറച്ച്? ജ്യൂസ് അടിച്ച് കുടിക്കുമോ? നല്ല രസം അത്, തക്കാളി ജ്യൂസ് അടിക്കാൻ. ജ്യൂസ് അടിച്ച് കുടിച്ചോ കുറച്ച്? വേണോ? അപ്പം നമുക്ക് കാട്ടു തക്കാളി പറിച്ചെടുക്കാവേ. അമ്മ ഇതാ പറിക്കുന്നത്. സ്വർണത്തിന്റെ പാസാർ മേടിച്ച ആളെന്ന് സ്വർണം അതാ എടുക്ക. അതാ അങ്ങോട്ട് നീ എന്നാലും 2 ചേര ഇവിടെ ഉണ്ടായില്ലേ. രാമരട്ടന്റെ അറിവില് 2 എണ്ണം എനിക്ക് അതാ പേടി. രാവിലെ എന്തായാലും ഉണ്ടാവില്ല. ഉണ്ടാവില്ലല്ലേ? മതി ഒറ്റക്ക് വന്നോട് അങ്ങോട്ട്. ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പം അച്ചാറിട്ടേന്, ജാം ഉണ്ടാക്കി വെച്ചേന്, ഇത്രയൊക്കെ സാധനം കിട്ടിയാലേ ഒക്കെ. അയ്യോ, ഇതൊന്നും കിട്ടാനില്ലാത്ത സാധനം. ഇതൊക്കെ നശിച്ചു പോയി, പ്രകൃതിയിലില്ല ഇപ്പം ഇതൊന്നും. എൻ്റെ അതെ, നമുക്കിത് കണ്ട് കണ്ട് നമുക്കിത് വേണ്ട, അത്രേ ഉള്ളൂ. ഇതൊക്കെ അതെ, ഇത് എവിടെയും കിട്ടാനില്ലാത്ത സാധനം അമ്മ. ഇതൊക്കെ എന്നോ വിറ്റാമിനാന്നറിയോ? ഇതൊക്കെ പഴയ കാലത്തെ നമ്മളൊക്കെ പഴയ കാലം അമ്മയൊക്കെ ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ കളയില്ല കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് കറി വയ്ക്കും. ഉണക്കമീനിലിട്ടിട്ട് കറി വയ്ക്കും. എന്നിട്ട് നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. ചെല്ലു ഒന്ന് വിളിക്ക്, ഒന്ന് പോ അങ്ങോട്ട്. മതിയല്ലേ? ഒന്നും കൂടി അങ്ങോട്ട്. ഇവരൊന്നേ ഇത് എടുക്കും. എന്തോരം ഉണ്ടോ കാട്ടു തക്കാളിപ്പഴം. ഇതെല്ലാം ഇങ്ങനെ ജ്യൂസ് അടിച്ചാൽ നല്ല രസം ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ കളയരുത് കേട്ടോ. ഇത് കണ്ടോ, അതെ എന്ത് ഭംഗിയാണ് കാണാൻ. നോക്ക്, ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഇതാ
എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കിട്ടാത്ത സാധനങ്ങളാണ്. ഈ കാട്ടുതക്കാളിയൊക്കെ ഒരുപാട് കാട്ടുതക്കാളികളുള്ള കാലം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം അതെല്ലാം നശിച്ചു പോയി. ഇപ്പം ഇങ്ങനെ യാദൃശ്ചികമായി കണ്ടതാണ് ഈ കാട്ടുതക്കാളി. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ. ഇനി അടുത്തൊരു വീഡിയോ കാണാം.